പ്രോസിക്യൂഷന്റെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്ന വധശിക്ഷ നമ്മുടെ പ്രോസിക്യൂഷൻ ഉന്നയിച്ച എല്ലാ പോയിന്റുകളും തന്നെ കോടതി വളരെ വിശദമായി പരിഗണിച്ചതിന് ശേഷം ഈ കേസ് അപൂർവമായ ഒരു കേസാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അതിനാൽ ഒന്നാം പ്രതിക്ക് വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുകയാണ്. അതുകൂടാതെ അതിനോടൊപ്പം 2 ലക്ഷം രൂപ പിഴശിക്ഷയും വിധിച്ചിട്ടുണ്ട്. പിന്നെ 32 IPC കൂടാതെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് 10 കൊല്ലത്തെ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. കൂടാതെ അതിന് 1 ലക്ഷത്തിന്റെ ഫൈൻ എമൗണ്ടും വിധിച്ചിട്ടുണ്ട്. പിന്നെ 328 അതായത് വിഷം കൊടുത്തതിന് 5 വർഷത്തെ തടവ് ശിക്ഷയും 50,000 റുപ്പീസ് അത് ഫൈനും ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 വർഷത്തെ തടവ് ശിക്ഷയാണ് ഈ 203ക്ക്, അതായത് പോലീസിനെ അന്വേഷണത്തിൽ തെറ്റിദ്ധരിപ്പിച്ചത്. അപ്പോൾ ഇതെല്ലാം തന്നെ A3ക്ക് 3 വർഷത്തെ തടവ് ശിക്ഷയാണ്, 50,000 രൂപയുടെ പിഴശിക്ഷയും. അപ്പം 201ന് അതായത് തെളിവ് നശിപ്പിച്ചതിനാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതിൽ എമൗണ്ട് റിയലൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പിഴശിക്ഷ അത് കോമ്പൻസേഷനായിട്ട് മാതാപിതാക്കൾക്ക് കൊടുക്കാനും കോടതി വിധിച്ചിട്ടുണ്ട്. കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വളരെയധികം ഒരു അപ്രീസിയേഷൻ ഈ കേസിൽ ബഹുമാനപ്പെട്ട കോടതി കൊടുത്തു. അത് വളരെ കേരള പോലീസിൻ്റെ അഭിമാനമാണ്. അപ്പം അതിനാൽ അതൊരു വലിയ കേരള പോലീസിൻ്റെ വിജയമായിട്ടും പ്രോസിക്യൂഷൻ്റെ വിജയമായിട്ടും ഞങ്ങൾ ഇതിനെ കാണുന്നു. വിധിയിൽ പൂർണ്ണമായും തൃപ്തരാണ്. 100% തൃപ്തനാണ് എന്ന് മാത്രവുമല്ല, ഇപ്പോൾ ഷാരാൻ രാജിൻ്റെ കുടുംബവുമായിട്ട് വരുന്ന വഴിക്കിപ്പോൾ അവർ 100% കോടതി വിധിയിൽ സംതൃപ്തി അവർ അറിയിച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് നീതിപൂർവമായിട്ടുള്ള ഒരു വിധി ലഭിച്ചു എന്ന് ഇപ്പോൾ പറയുകയാണ്. ഒരു കാര്യം കൂടി, അമ്മയെ ഒഴിവാക്കിയിരുന്നു, കുറ്റവിമുക്തയാക്കുന്നു, അതിനെതിരെ തുടർ നിയമ നടപടികൾ ഒരിക്കലും ഇല്ല, അതിന്റെ ആവശ്യമില്ല. ഒരിക്കലും അപ്പീൽ കൊടുക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. കാരണം അതിന്റെ തെളിവിന്റെ അഭാവം എന്ന് പറയുന്നത് പോലീസിന് നൽകിയ കുറ്റസമ്മത മൊഴി അല്ലാതെ മറ്റൊന്നും തന്നെ അവർ തെളിവ് നശിപ്പിച്ചതിന് ലഭിച്ചിട്ടില്ലായിരുന്നത് കൊണ്ട് മാത്രമാണ് കോടതിക്ക് അവരെ വെറുതെ വിടേണ്ടി വന്നത്. ഈ ജ്യൂസിൽ വിഷം കൊടുത്തത് കുറ്റമാണ്, അത് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ അല്ലെ പ്രോസിക്യൂഷൻ അക്കാര്യം ഉന്നയിച്ചില്ല എന്ന് കോടതി. അതെ, അതായത് ഈ നേരത്തെ 22/8/2022 ഇതേ സമാനമായിട്ട് ജ്യൂസിൽ വളരെ ഹെവി ഡോസ് ഓഫ് പാരസിറ്റമോൾ കലക്കി ഒരു ശ്രമം ഈ ഒന്നാം പ്രതി ഷാരൂൺ രാജിനെ കൊടുത്ത് വധിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടത് ഷാരൂൺ രാജ് അത് ജ്യൂസ് തുപ്പിക്കളഞ്ഞത് കൊണ്ടാണ് എന്ന് കോടതി കണ്ടെത്തി. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ഒരു കുറ്റകൃത്യം നടത്തിയ പ്രതിയാണ് എന്ന് കോടതി അത് വിലയിരുത്തുകയും അത് ഈ പരമാവധി ശിക്ഷ കൊടുക്കുന്നതിലേക്ക് മറ്റൊരു ഗ്രൗണ്ടായിട്ട് ഒരു അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആയിട്ട് കോടതി കണ്ടെത്തുകയാണ് ഉണ്ടായത്. അതായത് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്ന പ്രതിഭാഗത്തിന്റെ വാദം നിരാകരിച്ചത് ഈ ഒരു പോയിന്റിലൂടെയാണ്. ഇതും കൂടാതെ തന്നെ ഇത് വളരെ മെറ്റിക്കുലസ് ആയിട്ട് വളരെ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു ഇന്റലിജന്റ് ക്രിമിനൽ എന്നുള്ളൊരു രീതിയിലാണ് കോടതി കണ്ടെത്തിയത്. ഒരു ഡെവിളിഷ് പൈശാചികമായ മനസ്സിന് ഉടമയാണ് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചതിനെ പൂർണ്ണമായിട്ടും കോടതി അംഗീകരിച്ചും കൂടെ കൊണ്ടാണ് ഈ ഒരു ശിക്ഷ വിധിച്ചത്, വധശിക്ഷ വിധിച്ചത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.